ഇത് നമുക്ക് കഴിക്കാം. അടിപൊളി ടേസ്റ്റ് ആണ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. നോമ്പ് കഞ്ഞി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. നോമ്പ് കഞ്ഞി അല്ലെങ്കിൽ ബിരിയാണി കഞ്ഞി എന്നൊക്കെയാണ് ഇത് അറിയപ്പെടുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, വീഡിയോ മുഴുവനായിട്ട് കാണണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇനി ഇതിന് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ്, 1 കപ്പ് കൈമ റൈസ് എടുത്തിട്ടുണ്ട്. പിന്നെ കൈമ റൈസ് എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ 1/3 പരിപ്പ് എടുക്കണം. പിന്നെ വേണ്ടത് ചിക്കനും കൂടെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ മെയിൻ റെസിപ്പീസ് വരുന്നത്. ചിക്കൻ അല്ലെങ്കിൽ ബീഫ്, അത് അല്ലെങ്കിൽ മട്ടൺ, ഏത് വേണമെങ്കിലും എടുക്കാം. നമ്മളുടെ ടേസ്റ്റും അവൈലബിലിറ്റിയും അനുസരിച്ച് നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഇനിയിപ്പോൾ വെജാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ക്യാരറ്റോ അങ്ങാനും ചേർത്താൽ മതിയാവും. ഇതേ ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഇനി നമുക്ക് ഈ റൈസും പരിപ്പും കൂടി മിക്സ് ചെയ്ത് കഴുകിയിട്ട് കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. ഒരു 10-15 മിനിറ്റ് കേട്ടോ, ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി വേണം. ഇത്ര എടുത്തിട്ടുള്ളൂ കേട്ടോ, കുറച്ച്. പിന്നെ ഒരു സവാളയുടെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തക്കാളി, ഒരു ചെറിയ തക്കാളി, പിന്നെ മല്ലിച്ചപ്പ്, മുളക്, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പം ഇനി സ്റ്റൗ ഓൺ ചെയ്യാം. കുക്കറിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കുക്കറിലാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ആയി കിട്ടും. അത്രേ ഉള്ളൂ. സ്ലോ കുക്കിംഗ് ആയിട്ട് നമുക്ക് ഗ്യാസ് അടുപ്പിലോ വിറകടുപ്പിലോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലം ആണ് ഇട്ട് കൊടുക്കേണ്ടത്. ഗ്രാമ്പൂ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ചെറിയ ജീരകം ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഓപ്ഷണലാണ്. പിന്നെ നമ്മൾ കുറച്ച് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ചില സമയത്ത് കുട്ടികൾക്ക് ഈ ജീരകത്തിൻ്റെ ഒന്നും ചോയ അത്ര ഇഷ്ടപ്പെടില്ല. അങ്ങനെയാണെങ്കിൽ അത് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ ഞാൻ 1/2 സവാളയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ തന്നെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി സവാള ചെറുതായി ഒന്ന് വഴണ്ട് വന്ന ഉടനെ വേപ്പിൻ്റെ ഇലയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക. മാക്സിമം സ്ലോ കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ, വലിയ ധൃതിയൊന്നും കാണിക്കണ്ട. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു ചെറിയ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ അളവിനനുസരിച്ച് നിങ്ങൾ മാറ്റം വരുത്തിക്കൊള്ളണേ. അരിയുടെ അളവിനനുസരിച്ചാണ് ഞാനിപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1 കപ്പ് ചിക്കൻ ഇതുപോലെ ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേറെ ഒരു മസാലയും നമ്മളിതിൽ ചേർക്കുന്നില്ല, ഇത്രയേ ഉള്ളൂ. പിന്നെ ഒരു പിടി നല്ല ഫ്രഷ് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പുതിനയില ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കേട്ടോ. ഇനി ഒരു 2 മിനിറ്റ് ഒന്ന് വഴണ്ട് സെറ്റായി കഴിഞ്ഞിട്ട് അരിയും പരിപ്പും കൂടി നമ്മൾ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഊറ്റിയിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയം നമ്മൾ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടാവണം കേട്ടോ. അപ്പോൾ 1 കപ്പ് അരിക്ക് ഞാനിപ്പോൾ ഒരു 4 കപ്പ് വെള്ളം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു അളവിലാണ് നമ്മൾ കുക്കറിലായതുകൊണ്ട് അത്രേ വെള്ളം വെച്ചിട്ടുള്ളൂ. വെള്ളം കൂടുതൽ വേണം. വെള്ളം എത്ര തന്നെ ചേർത്താലും ഇത് വലിച്ചെടുക്കൂട്ടെ. ഈ കഞ്ഞിക്കുള്ളൊരു പ്രത്യേകത അതാണ്. സോ നമ്മൾ അപ്പോൾ ഒരു 4 കപ്പ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. അതിന് മുമ്പ് ഉപ്പ് ചേർത്തൊന്ന് പാകത്തിനാക്കിയിട്ട് കുറച്ചുകൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പൊക്കെ പിന്നെ കൂടുതലായി പോണ്ട, പിന്നെ നമുക്ക് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ചേർക്കാമല്ലോ. അപ്പോൾ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് വിസിലിട്ട് കൊടുക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിളയ്ക്കുമ്പോഴായിരിക്കും കുക്കർ അടയ്ക്കുന്നത്. ഇനി സ്ലോ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യാം. ഒരു 2 വിസിൽ കേട്ടോ. അങ്ങനെ 2 വിസിൽ കഴിഞ്ഞു. ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് നേരം കൂടി ഞാനത് അങ്ങനെ തന്നെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നോമ്പ് കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാനുള്ള ഒരു ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ 1 കപ്പ് തേങ്ങാപ്പാൽ ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരിയുടെ അതേ അളവ് തന്നെയാണ് ചിക്കനും തേങ്ങാപ്പാലും ഒക്കെ എടുക്കുന്നത്. എല്ലാം ഒരു ഈക്വൽ റേഷ്യോയിൽ തന്നെയാണ്. അപ്പോൾ 1 കപ്പ് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സമയം നമുക്ക് വെള്ളം പോരാന്ന് തോന്നുകയാണെങ്കിൽ കുറേ കൂടി വെള്ളം, ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കാം കേട്ടോ. അതൊക്കെ നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കേട്ടോ. ഇനി ഉപ്പും കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ആക്ച്വലി ഇത് തമിഴ്നാട് സ്റ്റൈലാണ് കേട്ടോ ഈ ബിരിയാണി കഞ്ഞി. അപ്പോൾ നമുക്ക് നല്ല ചൂടോടുകൂടി തന്നെ ഇത് സെർവ് ചെയ്യാം. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ആ സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ കൊതി വരും. അപ്പോൾ എല്ലാവരും ട്രൈ നോക്കണേ. അപ്പോൾ നമ്മുടെ നോമ്പ് കഞ്ഞിയിലെ നല്ല ചൂട് നോമ്പ് കഞ്ഞി റെഡി ആയിട്ട്, നല്ല ചൂടുണ്ട് കേട്ടോ. ഇത് നമുക്ക് കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ
തേങ്ങാപ്പാൽ ഒഴിക്കണ്ട എന്നുള്ളൊരു തേങ്ങാപ്പാൽ ഒഴിക്കണ്ട, നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാക്കാം. പക്ഷെ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ ഒന്നുകൂടി ആ ഫ്ലേവർ നല്ല രസമായിരിക്കും. പിന്നെ അവസാനം ഒന്ന് നെയ്യിൽ കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് മൂപ്പിച്ചെടുക്കുകയാണെങ്കിൽ അതും ടേസ്റ്റ് കൂടും. അപ്പോൾ ഇതാണ് നമ്മുടെ നോമ്പ് കഞ്ഞി അല്ലെങ്കിൽ ബിരിയാണി കഞ്ഞി എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഡിന്നറിനൊക്കെ ഒട്ടും സമയമില്ലാത്ത സമയത്ത് ഇതുപോലെ ചെയ്തെടുക്കുവാണെങ്കിൽ സിമ്പിളാണ്, പെട്ടെന്ന് ആയി കിട്ടുകയും ചെയ്യും. കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി, ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.